എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അല്ലേ. നമ്മൾ എഴുതുന്നത് നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഫുൾ മാർക്കിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇംപ്രഷൻ അടിപൊളിയാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ പലരുടെ ലൈഫിലും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് തന്നെ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇനി എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഈ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന മക്കൾക്ക് ഉറപ്പായിട്ടും ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക മക്കളെ, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ഹാൻഡ് റൈറ്റിംഗ് മൂലമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സാധനം നമ്മൾ എഴുതുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, പക്ഷേ ടീച്ചേഴ്സിന് നിങ്ങളുടെ ബാഡ് റൈറ്റിംഗ് ആയത് കാരണം അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് വളരെ വിഷമം തരുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് നമ്മളുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ലോ ആയിട്ട് റൈറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ സ്ലോ ആയിട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് വളരെ മെല്ലെ എഴുതും. അപ്പോൾ മെല്ലെ എഴുതുന്ന സമയത്ത് എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എക്സാം നിങ്ങൾ പോയി എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മെല്ലെ എഴുതി തുടങ്ങും. പക്ഷേ അവസാനത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം തികയാതെയാവും. അപ്പോൾ വേഗം എഴുതി പിന്നെ അത് ഫുൾ ഓൺ എന്താണ് നമ്മുടെ ബാഡ് ഹാൻഡ് റൈറ്റിംഗിലേക്ക് പോകും. ആൻഡ് നിങ്ങളുടെ സാധാരണ ഹാൻഡ് റൈറ്റിങ്ങിൽ നിന്നും ഏറ്റവും മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് അത് മാറിപ്പോവും അല്ലേ. അപ്പോൾ ടെൻഷൻ ആവുന്ന സമയത്തും വേഗം എഴുതുന്ന സമയത്തും നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതും ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ വളരെ നന്നായിട്ട് എഴുതും അല്ലേ. വളരെ നന്നായിട്ട് എഴുതി പോരും. ആൻഡ് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇതേപോലെ തന്നെ സമയം കിട്ടാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ടുള്ള ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് അത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ഫുള്ളിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പം ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തുണ്ട്, ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വാമപ്പ് എക്സസൈസ് ആണ്. അതായത് നിങ്ങൾ ഒരു സാധനം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നിങ്ങളൊരു വാമപ്പ് എക്സസൈസ് ചെയ്യുക. വെറുതെ നിങ്ങൾ ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജിൻ്റെ അവസാനം എടുത്തിട്ട് ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് വെറുതെ ഇങ്ങനെ നിങ്ങളുടെ ഹാൻഡൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് വാമപ്പ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കുത്തി വരയുന്ന പോലെ എന്തെങ്കിലും ചെയ്താൽ മതി. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇങ്ങനെ കുറേ ലൈൻസ് ഇടുക. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ലൈൻസ് ഇടുക. ഇങ്ങനെ ലൈൻസ് ഇട്ട് പോവുക. ഓക്കെ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 സെക്കൻഡ്സ് നിങ്ങളുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ. അപ്പോൾ നമുക്കറിയാം ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആവണം. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം എന്നില്ല. ഇതുപോലെയുള്ള കേർവ്സ്, അതുപോലെ തന്നെ ലൈൻസ്, അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ലൈൻസ് ഇടാം. ഓക്കെ. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലൈൻസ് ഇടുക. ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതുപോലെ ലൈൻസ് ഇടുക. ആൻഡ് അതുപോലെ തന്നെ കേർവ്സ്, ഇതുപോലെ ഇങ്ങനെ കേർവ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു 30 സെക്കൻഡ്സ് നിങ്ങൾ വാമപ്പ് എക്സസൈസ് കൊടുക്കുക. നിങ്ങളുടെ ഹാൻഡിനെ ഒന്ന് എന്ത് ചെയ്യുക, വാമപ്പ് ചെയ്തെടുക്കുക. ഓക്കെ. അതാണ് മെയിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ
അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. അപ്പം എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കില്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വൃത്തികേടാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലാണ് നമുക്കതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഹാൻഡ് റൈറ്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ മിസ്സ് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെഴുതാം, ഇപ്പോൾ അല്ലേ, അപ്പം മിസ് ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ, സ്നേഹ കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് തന്നെ മിസ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയാൽ വലിയ ഗ്യാപ്പ്, ഓരോ വേർഡ്സിൻ്റെ ഇടയിലും വളരെ ബിഗ് ആയിട്ടുള്ള എന്താണ് ഗ്യാപ്പ് അല്ലേ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർ എന്ത് ചെയ്യും, വളരെ അടുത്തടുത്ത് എഴുതും ഓരോന്നും അല്ലേ, ഇങ്ങനെ വളരെ സ്പേസ് കുറഞ്ഞുകൊണ്ടും എഴുതും. അപ്പോൾ ടീച്ചേഴ്സിന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഓരോ വേർഡ്സിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങളുടെ പ്രശ്നമാണോ എന്ന് ആലോചിക്കാം അല്ലേ. ഗ്യാപ്പ് ഞാൻ കൂടുതലാണോ ഇടുന്നത് അതോ വളരെ കുറവാണോ ഇടുന്നത്, വേർഡ്സ് തമ്മിൽ മനസ്സിലാക്കാനുള്ള അല്ലേ, അല്ലെങ്കിൽ വേർഡ്സ് തമ്മിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഓവറായിട്ടുള്ള ഗ്യാപ്പും വളരെ വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, വളരെ ബാഡാണ് അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും വായിക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്, തീരെ ഗ്യാപ്പ് ഇല്ലെങ്കിലും എന്താണ് പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് അത് സമയമെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കൂടുതൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, കുറച്ച് ഗ്യാപ്പേ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഗ്യാപ്പ് അതിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇതാ, ഓക്കെ, ഇത്രയും മാത്രം മതി. ഓക്കെ, അപ്പോൾ ഓവറായിട്ടുള്ള ഗ്യാപ്പില്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ വളരെ ഒരു മീഡിയം ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, എഴുതുക. ഓവറായിട്ടുള്ള ഗ്യാപ്പും കുറവ് ഗ്യാപ്പും വരുത്താതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യമാണ് ബിഗ് ഓർ സ്മോൾ സൈസ് ഓഫ് ലെറ്റേഴ്സ്. ചില ആൾക്കാർ വളരെ വലുതായിട്ട് എഴുതും അല്ലേ, വളരെ വലുതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ വളരെ ചെറുതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ചിലപ്പോൾ മിക്സ് ചെയ്ത് എഴുതും, വലുതും ചെറുതും അല്ലേ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക എന്താണ് സൈസ് ഇല്ലാതെ ചില വേർഡ്സ്, ചില സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് വളരെ വലുത്, ചില ലെറ്റേഴ്സ് വളരെ ചെറുത്, ഇങ്ങനെയും എഴുതുന്ന ആൾക്കാരുണ്ട്. ഇതും എന്താണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കുക, ഓവർ വലുപ്പമായിട്ട് എഴുതിയാലും വളരെ ചെറുതായിട്ട് എഴുതിയാലും നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാവാൻ അത് കാരണമാവും. അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വലിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് മീഡിയത്തിലേക്ക് കൊണ്ടുവരിക, ആൻഡ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കുറച്ച് വലുപ്പം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ. അതുപോലെ തന്നെ എഴുതുമ്പോൾ എല്ലാ ലെറ്റേഴ്സും വളരെ ഈക്വലി അല്ലെങ്കിൽ വലുപ്പം കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് എഴുതി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വലുതാക്കി, അതായത് കറക്റ്റായിട്ട് സ്പീഡിലേക്ക് കൊണ്ടുവരിക. ആദ്യം എഴുതുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, എഴുതി നോക്കാൻ വേണ്ടി എൻ്റെ കുട്ടികൾ ശ്രമിക്കുക കേട്ടോ. അടുത്തതാണ് തിക്ക് റൈറ്റിങ്സ് അല്ലേ. നമ്മൾ ചില ആൾക്കാരുണ്ട് നമ്മളുടെ പെന്നിനെ വളരെ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ എങ്ങനെ പിടിക്കുന്നു എന്നതിലല്ല, ചില ആൾക്കാർ വളരെ പ്രഷറൈസ് ചെയ്ത് എഴുതും. അതായത് വളരെ തിക്കായിട്ട് ഇങ്ങനെ അല്ലേ, വളരെ തിക്നെസ്സിൽ വളരെ പ്രഷറൈസ് ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വളരെ തിക്കായിട്ട് എഴുതുക എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ തിക്കായിട്ട് പെട്ടെന്ന് എഴുതുന്ന സമയത്ത് അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഈ വേർഡ്സ് അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ടീച്ചേഴ്സിന് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ഓവർ തിക്നെസ് ആകുമ്പോൾ മനസ്സിലാവില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ തിക്നെസ് നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓവർ തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. മീഡിയമായിട്ട് നല്ല പ്രഷറൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാതിരിക്കുക. ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി നോക്കുക. ചില ആൾക്കാർ ഇങ്ങനെ കൈയിൻ്റെ ഈ ഒരു റിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എഴുതും. അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ഹാൻഡാണ് മക്കളെ എഴുതേണ്ടത്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഈ കൈയിൻ്റെ ഈ ഒരു റിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കൈ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഹാൻഡാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പെന്നിൻ്റെ പൊസിഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നോക്കുക. അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചെഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ മാറ്റിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു പൊസിഷൻ കൊണ്ടായിരിക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. അപ്പോൾ വേറൊരു പൊസിഷനിലേക്ക് വെച്ച് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആദ്യം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അടിപൊളിയാക്കിയിട്ട് സ്പീഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ തിക്കായിട്ടുള്ള റൈറ്റിങ്സ് നമുക്ക് ഒഴിവാക്കാം. ഇനി ടിൽറ്റഡ് ആയിട്ട് വേർഡ്സ് എഴുതാം. അതായത് ചിലത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, ചിലത് ചിരിച്ചെഴുതുന്നു അല്ലേ. നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കൂ, ഞാനിപ്പോൾ സ്നേഹ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. എൻ്റെ എല്ലാ വേർഡ്സും വളരെ ഒരേപോലെയാണ് അല്ലേ. ഒന്ന് ചെറുത്. ചില ആൾക്കാർ എഴുതും, എങ്ങനെ എഴുതും, ഇങ്ങനെയൊക്കെ എഴുതും അല്ലേ. ചില വേർഡ്സ് നോക്കുക, ഈ ഓരോ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. അതും നമ്മൾ ഒരുപാട് എഴുതി വരുന്ന സമയത്ത് വളരെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് എല്ലാം അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ലെറ്റേഴ്സും ഒരേപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ചെരിച്ചാണ് എഴുതണമെങ്കിൽ എല്ലാം ചെരിച്ചെഴുതുക. സ്ട്രെയിറ്റ് ആയിട്ടാണ് എഴുതണമെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു യൂണിഫോം ആയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒന്ന് ചെരിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകും. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഒരുപോലെ ഒരേ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉറപ്പായിട്ട് മക്കളെ ഇമ്പ്രൂവ് ആവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോബ്ലം വിത്ത് വൺ ലെറ്റർ. ചില ലെറ്റേഴ്സ് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ചില ലെറ്റേഴ്സ് ഒരേപോലെ എഴുതും. അതായത് ചിലപ്പോൾ എന്നും എച്ചും ഒരുപോലെ വേഗം എഴുതി വരുന്ന സമയത്ത് എന്നും എച്ചും ഒരുപോലെ ആവാറുണ്ട് ചില ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് അത് വായിക്കുന്ന സമയത്ത് അത് എന്നാണോ എച്ചാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലുണ്ടെങ്കിൽ അത് സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നായും എച്ചായും നിങ്ങൾക്ക് എഴുതുമ്പോൾ ഏതാണോ ബുദ്ധിമുട്ടുള്ളത് അത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ഇതിനെല്ലാം നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസാണ്. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുള്ള ആ ഹാൻഡ് റൈറ്റിങ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും അടിപൊളിയായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഒരു 1 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്യുക. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മൂലം ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ആർക്കും വരരുത്. അപ്പോൾ പ്രാക്ടീസ് മോർ മക്കളെ. ആൻഡ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിന് മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആവണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ടീച്ചറിന് അത് നോക്കുന്ന സമയത്ത് ഒരു നീറ്റ്നെസ്, അതുപോലെ തന്നെ എന്താണ്, വളരെ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ മതി. അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാക്സിമം ശ്രമിക്കാം അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്, ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആ ടോപ്പിക്കുമായിട്ട് മിസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. മാക്സിമം ഷെയർ ചെയ്യുക.